ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ടിഷ്യൂ പേപ്പർ ഇതുപോലെ ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 6-7 ലെയറായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടിഷ്യൂ പേപ്പർ അധികം ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ മുറിക്കാണ്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നടു മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ അതിൽ മുറിച്ചതിൽ ഒരു പീസ് എടുക്കാം. ഇതുപോലെ മുമ്പോട്ടും ബാക്കോട്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തിൽ ഇതുപോലെ ഒരു ചെറിയ പീസ് നൂൽക്കമ്പി എടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് പിരിച്ച് നടുക്കിലാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് വെക്കുക. പിന്നെ അതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ എൻഡ് ഭാഗത്തൊക്കെ ചില പേപ്പർ കയറി ഇറങ്ങിയും ഒരു വൃത്തിയില്ലാണ്ടൊക്കെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് എന്താക്കാം, അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പൊക്കെ ഫ്ലവറിൻ്റെ എൻഡ് ഭാഗമൊക്കെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ കയറി ഇറങ്ങിയ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ കൂടി നിൽക്കൂലേ, അതൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ വിടർത്തി എടുക്കുക കേട്ടോ. രണ്ട് ഭാഗവും ഒന്ന് മെല്ലെ വിടർത്തണം, വലിച്ച് കീറരുത്. കാരണം ടിഷ്യൂ പേപ്പറാണ്, കട്ടിയില്ലല്ലോ, അപ്പോൾ വേഗം കീറിപ്പോട്ടോ. ശ്രദ്ധിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ഫുള്ള് വിടർത്തി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പെയിൻറ്റാണ്. കുറച്ച് പെയിൻറ്റ് മതി കേട്ടോ. കുറച്ച് പെയിൻറ്റും അതിലേക്ക് കുറേ വെള്ളവും കൂട്ടിയിട്ട് എന്താക്കുക, ഇതുപോലെ സൈഡിൽ കൂടെ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറൊക്കെ മിക്സ് ചെയ്തിട്ടും ഒക്കെ അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കളറ് പകുതി വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഇടകളിൽ കൂടെയൊക്കെ ഫുള്ളും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കുക കേട്ടോ. നന്നായി ഉണങ്ങണം. ടിഷ്യൂ പേപ്പറാണ്, അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒട്ടി നിൽക്കുന്ന ഭാഗത്തൊക്കെ എന്താവും, പെയിൻറ്റ് ഇങ്ങനെ ഒട്ടി നിൽക്കൂലേ, ആ ഭാഗമൊക്കെ ഒന്ന് വിടർത്തി എടുക്കുമ്പോൾ കുറച്ച് പാടാണ്, ടിഷ്യൂ പേപ്പർ കീറി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മെല്ലെ ഇതുപോലെയൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്നിങ്ങനെ വിടർത്തി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഫുള്ളും വിടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, 2 കളറ് മിക്സ് ചെയ്തിട്ട് കാണാൻ. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ചധികം കളർ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എന്താക്കാം, ഒരു ചെറിയൊരു തെർമാക്കോളിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് എന്താക്കുക, ഈ ഫ്ലവർ അതിലേക്കൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ട് നമുക്കൊരു ബൊക്ക പോലെയൊക്കെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ കളറും ഒന്ന് കുത്തി വെക്കുക. പിന്നെ ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കുക, പശയൊക്കെ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, അന്നേരം പോയി ഉണ്ടാക്കിക്കോളി.